നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ തിരക്കുപിടിച്ച പ്രചാരണത്തിലാണ് മുന്നണികൾ. മണ്ഡലത്തിലെ 2 തെരഞ്ഞെടുപ്പ് റാലികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുഖ്യമന്ത്രി UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. UDFനായി പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിലെത്തും. വാഹന പ്രചാരണവുമായി NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും പ്രചാരണത്തിൽ സജീവമാണ്. കലാശക്കൊട്ടിന് കൃത്യം 4 നാൾ. കാടടച്ചുള്ള പ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. പഞ്ചായത്ത് പര്യടനങ്ങളും വാഹന പ്രചാരണ ജാഥകളുമായി കളം നിറയാനാണ് ശ്രമം. ഇന്നലെ മണ്ഡലത്തിലെത്തിയ മുഖ്യമന്ത്രി ഇന്ന് വഴിക്കടവിലും എടക്കരയിലും LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. UDF ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് പരാമർശിച്ച് അതിരൂക്ഷ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല LDF. LDF സ്ഥാനാർത്ഥി സ്വരാജിന്റെ പഞ്ചായത്ത് പര്യടനം ഇന്ന് മൂത്തേടത്തായിരുന്നു. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ വോട്ടഭ്യർത്ഥന മൂത്തേടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചു. വഴിക്കടവ് ചുങ്കത്തറ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം. ആര്യാടൻ ഷൗക്കത്തിനായി വയനാട് MP പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിലെത്തും. മൂത്തേടത്തും നിലമ്പൂരിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. വയനാട് മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി UDF വൻ വിജയം നേടുമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. We are fighting very well for the bypoll and we are very hopeful of a good victory in it. കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യപ്രചാരണത്തിൽ സജീവമല്ലാതിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഇന്ന് വൻ വാഹന പ്രചാരണത്തിനാണ് തുടക്കമിട്ടത്. വാഹന പ്രചാരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് PV അൻവർ നിർവഹിച്ചു. PV അൻവറിന് വോട്ട് അഭ്യർത്ഥിക്കാൻ തൃണമൂൽ MP യൂസഫ് പത്താൻ നാളെ മണ്ഡലത്തിലെത്തും. ടീം 24 നിലമ്പൂർ.